പാലക്കാട്ട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മദ്യപിച്ച് ലെക്ക് കെട്ട KSRTC കണ്ടക്ടറെ പിടികൂടി വിജിലൻസ്. ഈരാറ്റുപേട്ട കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിലെ കണ്ടക്ടർ ആർ കുമാർ ബദലിയാണ് ജോലിക്കിടെ മദ്യപിച്ചത്. എത്ര പേർക്ക് കഴിച്ചു? ക്വാർട്ടർ കഴിച്ചിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഡ്യൂട്ടി? നിങ്ങൾക്ക് അപ്പോഴെന്തെങ്കിലും വീട്ടിൽ പോയി കഴിച്ചാൽ പോരാ? എന്താണെന്നറിയത്തില്ല, ഇത് പറ്റിപ്പോയി. ഇത് പറ്റിപ്പോയി. ഒന്നും ശരി, അപ്പൊ ഇനി ആവർത്തിക്കില്ലെന്ന് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുക. തൽക്കാലം അയാളെ ഇന്ന് നമുക്ക് ഡ്യൂട്ടി കഴിക്കാൻ പറ്റില്ല, കാരണം അയാൾ മദ്യപിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ അയക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ റിപ്പോർട്ടായി പോയല്ലോ. തൽക്കാലം നിങ്ങൾ വേറെ ബസ്സിൽ കയറ്റി വിടാം. ഈ ബസ്സിൽ തന്നെ അങ്ങ് അയക്കാം. പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തേ. ഈ ബസ്സിൽ തന്നെ നിങ്ങൾ റിലീവ് ചെയ്ത് വിടാം. അപ്പൊ ഇതിൽ തന്നെ യാത്ര ചെയ്തോ കേട്ടോ. ഇനി മേലിൽ ആവർത്തിക്കരുത്. ഇനി പണിയൊക്കെ കിട്ടും, ഒരു കുഴപ്പമില്ല. പണിയൊക്കെ കിട്ടും, ഒരു കുഴപ്പമില്ല. എത്ര കഴിച്ചു? ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആയിഷത്തുൽ ഷംന, ഇയാൾ പറയുന്നത് പറ്റിപ്പോയി എന്നൊക്കെയാണ്, പക്ഷെ ചെയ്യരുതാത്ത കാര്യമാണ് എന്നത് അറിയാവുന്നതുമാണ്. എങ്ങനെയാകും ഇനി ഇതിൽ തുടർ നടപടികൾ? തീർച്ചയായും ഉണ്ടാകുമെന്നല്ലേ? വിജിലൻസ് തൽക്കാലത്തേക്ക് ഇയാളെ മറ്റൊരു വണ്ടിയിൽ പറഞ്ഞു വിടുകയാണ്. ഡ്യൂട്ടിയിൽ ഇനി പ്രവേശിക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇന്ന്. അനുജ, അത് തന്നെയാണ് ഈ ബസ് കണ്ടക്ടർമാരും ഒപ്പം ബസ് ഡ്രൈവർമാരും ഒക്കെ ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചും ഫോൺ ഉപയോഗിച്ചുമൊക്കെയുള്ള അപകടങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കാണാറുള്ളതാണ്. ഇപ്പോൾ ഇതാ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച ഈ ഈരാറ്റുപേട്ട കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിലെ കണ്ടക്ടറാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. യാത്രക്കാരാണ് ഇയാളെ ഈ വിജിലൻസിനെയൊക്കെ വിവരം അറിയിക്കുന്നതും ഇതേ തുടർന്നാണ് ഇയാളെ കണ്ടെത്തുന്നതും വിജിലൻസ് പിടികൂടുന്നതും. അതിന്റെ മുൻപ് ഈ ഡ്യൂട്ടിയിലുള്ള ഒരാൾ കണ്ടക്ടർ തന്നെ ഇത്തരത്തിൽ മദ്യപിച്ച് ലെക്കുകെട്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോ മറ്റ് ആളുകളോ ജീവനക്കാരോ ഇത് കണ്ടെത്തുകയോ അയാളെ മാറ്റുകയോ ചെയ്തിരുന്നില്ല. യാത്രക്കാർ ഇടപെട്ടതിനെ തുടർന്നാണ് വിജിലൻസ് എത്തി ഇയാളെ പിടികൂടുന്നത്. അപ്പോഴും ഇയാളെ മാറ്റി നിർത്തുക, ഇനി ഡ്യൂട്ടിയിൽ കയറണ്ട, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക മാത്രമാണ്. അതിൽ കൂടുതൽ ഒരു നടപടിയിലേക്ക്. ഈ ഡ്യൂട്ടി തുടങ്ങുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നാണോ? കോയമ്പത്തൂരിലേക്ക് പോകുന്ന വാഹനമാണോ? അതെ അനുജ, ഇയാളെ ഇപ്പോൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ്, അതായത് ഡ്യൂട്ടി തുടങ്ങുന്നതിനും ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെയാണ് ഇയാളെ പിടികൂടിയത്. പക്ഷെ അപ്പോഴും യാത്രക്കാരുടെ ഒരു ഇടപെടലിലൂടെയാണ് ഇയാളെ പിടികൂടിയത്. അതല്ലാതെ അവിടെ ജീവനക്കാരോ മറ്റു ഉദ്യോഗസ്ഥരോ അല്ല ഇയാളെ പാലക്കാട്ടിൽ നിന്ന് ഈ വണ്ടി പുറപ്പെടുന്നതിന് മുൻപ് ഇയാൾ മദ്യപിച്ചു, അങ്ങനെയാണോ? അതെ അനുജ, അതെ, പാലക്കാട് KSRTC സ്റ്റാൻഡിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, എടുത്തു പറയേണ്ട ഒരു കാര്യം, യാത്രക്കാർ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഇയാൾ അങ്ങനെ ആ ലെക്കുകെട്ട അവസ്ഥയിൽ തന്നെ യാത്ര തുടരുമായിരുന്നു, ഡ്യൂട്ടിയിൽ തുടരുമായിരുന്നു. ഇതിപ്പോഴും ഒരു കർശന നടപടിയിലേക്ക്, ഇയാളെ മറ്റ് നിയമ നടപടിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ അങ്ങനെ നിയമപരമായി തന്നെ ഇതിനെ നേരിടണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട വാർത്ത. KSRTC കണ്ടക്ടർ മദ്യപിച്ച് അയാളെ വിജിലൻസ് പിടികൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.